ഹലോ ഗായ്സ്, അപ്പോൾ KL44 മല്ലൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ആണെന്ന് നമുക്കുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ടെസ്കൻ സാൽമൺ, ടെസ്കൻ ബട്ടർ സാൽമൺ അല്ലെങ്കിൽ ടെസ്കൻ ബട്ടർ ഗാർലിക് സാൽമൺ, അങ്ങനെ പല പേരിൽ അറിയപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ സാൽമൺ കഷ്ണങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മളിത് വാങ്ങിയത് നമ്മുടെ ഓഷ്യൻ ഫ്രഷിൽ നിന്നാണ് കേട്ടോ, കിങ്സ് ഹീത്തിലുള്ള. അപ്പോൾ നമ്മളിത് ആ ചേട്ടൻ എനിക്ക് മുറിച്ച് തന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ മതി, എനിക്ക് ഫ്രൈ ചെയ്യാനാണെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വിചാരിച്ചു, അയ്യോ എനിക്ക് ടെസ്കൻ സാൽമൺ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഐഡിയലി ടെസ്കൻ സാൽമൺ ഉണ്ടാക്കാനായിട്ട് ലോങ് ആയിട്ടുള്ള ഒരു പീസസ് ആണ് വേണ്ടത്. സാരമല്ല, നമുക്കുള്ള പീസസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ പെപ്പർ പൗഡർ ഇല്ലേ, അതുമാണ് നമ്മളിടുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ സാധാരണ മീനിന് നമ്മൾ ഒരുപാട് മസാലയൊക്കെ പരട്ടുന്ന പോലെ ഈ പാവ സാൽമണ നമ്മൾ ഒരുപാട് മസാല പരട്ടി വെറുതെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം മതി. പിന്നെ ചിലർ ഇതിനകത്ത് കുറച്ച് നാരങ്ങാ നീര് ഒഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ള പോലെ. അപ്പോൾ ഞാൻ നാരങ്ങാ നീര് ഒഴിച്ചില്ല, ആകെ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടാം കേട്ടോ, എരിവൊക്കെ വേണ്ടവർക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ബട്ടറിൽ ഇത് വറുത്തെടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതേ നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ഇതിനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ലൊരു സ്മെല്ലാട്ടോ. പിന്നെ ഒരുപാടങ്ങ് ഫ്രൈ ആക്കരുത് കേട്ടോ. ഇതാണ് ടെസ്കൻ സാൽമൺ. അറ്റം നമ്മുടെ മിന്നൂസാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 സവാള കുരുകുര അരിഞ്ഞത്, അതുപോലെ നമ്മുടെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എല്ലാം കുരുകുര അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചെറി ടൊമാറ്റോ ആണ് കേട്ടോ വേണ്ടത്. ആ ഒരു ടൊമാറ്റോനെ നമുക്ക് 2 കഷ്ണമാക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് കുരുകുര അരിയരുത് കേട്ടോ. അത് നമുക്ക് ടൊമാറ്റോ അതിനകത്ത് കിടക്കുന്ന കാണണേ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത് അതേ ബട്ടറിലേക്ക് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഐറ്റംസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ടൊമാറ്റോ ഇപ്പം ഇടണ്ട കേട്ടോ, ടൊമാറ്റോ ലാസ്റ്റ് ഇട്ടാൽ മതി. അതിങ്ങനെ നന്നായിട്ട് ആ ഒരു കളറിൽ കിടക്കുന്ന കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, എരിവൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ, അതുപോലെ കുറച്ച് പാഴ്സലി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇനി അത് അത്യാവശ്യം കുറച്ച് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, ചെറി ടൊമാറ്റോ, ആ ടൊമാറ്റോനെ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ആ ടൊമാറ്റോ പതുക്കെ ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഡബിൾ ക്രീം നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചിലരൊക്കെ മിൽക്ക് ഒഴിക്കും കേട്ടോ. മിൽക്ക് ഒഴിക്കുന്നവരുണ്ട്, അത് വേറൊരു ടേസ്റ്റ്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സ്പിനാച്ചാണ് കേട്ടോ, നമ്മൾ പാലക്ക് ചീര എന്നൊക്കെ പറയും. അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് ചീര പെട്ടെന്ന് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വരുവേ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. എന്നിട്ട് ആ ചീരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ സാൽമൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സാൽമൺ അതിനകത്ത് കിടന്നിട്ട് സാൽമണിൽ നിന്ന് ഒരു ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി ഈ ഗ്രേവിയിലോട്ടങ്ങ് പിടിച്ചിട്ട് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ദേ ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ടെസ്കൻ സാൽമൺ കേട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല, പൊള്ളി ഐറ്റാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണേ.